ഹലോ, ഗുഡ് മോർണിംഗ്. ഐ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പഴയ സിലബസ് റിവൈസ് ചെയ്ത സമയത്ത് നമുക്കറിയാം പുതിയ റിവൈസ് വന്നിട്ടുണ്ടായിരുന്നു വെൽഫെയർ ഓഫീസിന്റെ അല്ലെ. അപ്പൊ പുതിയ റിവൈസിൽ നമ്മുടെ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് കൗൺസിലിംഗ് എന്ന് പറയുന്ന മൊഡ്യൂൾ നമ്മൾ പഴയ സിലബസിൽ തറോ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതിൽ കുറച്ച് ടോപ്പിക്സ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പൊ ആ ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. അപ്പൊ അതിൽ വരുന്നതാണ് കുറച്ച് മെന്റൽ ഹെൽത്ത് എന്താണ്, അതേപോലെ തന്നെ കുറച്ച് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ കോമൺ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഏരിയസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇന്ന് നമ്മൾ എന്താണ് മെന്റൽ ഹെൽത്ത്, എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ടാവുക, എങ്ങനെയാണ് അതുപോലെ WHO ഡെഫിനേഷൻസ് വരുന്നത് മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ളത്, അതുപോലെ മെന്റൽ ഹെൽത്തിന്റെ ഡയമെൻഷൻസ് എന്താണ്, എങ്ങനെ കോസസ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇതിനെ തുടർന്നിട്ടായിരിക്കും നമ്മൾ നാളെ തൊട്ട് എനിക്ക് തോന്നുന്നു അടുത്ത വീഡിയോ തൊട്ടിട്ട് നമ്മളെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിസോർഡേഴ്സ്, ആൻസൈറ്റി ഡിസോർഡേഴ്സ് പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. അതേപോലെ തന്നെ പേഴ്സണാലിറ്റി തുടങ്ങിയ അങ്ങനത്തെ കാര്യങ്ങൾ, മൂഡ് ഡിസോർഡേഴ്സ് തുടങ്ങിയതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും അടുത്ത വീഡിയോസ് തൊട്ടിട്ടായിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ അത്? മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കറിയാം ഇപ്പോഴത്തെ പ്രസന്റ് സിനാരിയോയിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലാണെങ്കിലും ഒരുപാട് ചർച്ചയാവുന്ന ഒരു വിഷയമാണ് അല്ലെ. ഇപ്പൊ ഇത് പണ്ടൊക്കെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് വളരെ കുറവാണെങ്കിൽ, അതല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എന്നുള്ള ആ ഒരു അഡ്രസ്സിങ് വന്നിരുന്നത് ഭയങ്കര കുറവാണെങ്കിൽ, പക്ഷെ അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ട് ഇപ്പൊ എന്താണ്, ഒരുപാട് പേര് സംസാരിക്കാനും ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ചർച്ചകളും എല്ലാം നടക്കുന്ന ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മെന്റൽ ഹെൽത്ത് ഈസ് എ ഹ്യൂമൻ റൈറ്റ്, അതല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഒരു മനുഷ്യന്റെ അവകാശമാണ് എന്ന് നമുക്ക് അറിയുന്ന ഒരു സംഭവമാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ മെന്റൽ ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആയി പോകുന്ന കുറച്ച് ഫാക്ടുകളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകല്ലേ? ശരി, നോക്കിക്കേ മെന്റൽ ഹെൽത്ത് എന്താണെന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിക്കേ. മെന്റൽ ഹെൽത്ത് ഇസ് സ്റ്റേറ്റ് ഓഫ് സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ്. സൈക്കോളജിക്കലും ഇമോഷണലും ആയിട്ടുള്ള ഒരു വെൽബീയിങ് ആണ്. ഇൻഡിവിജ്വൽ അയാളുടെ ഫുൾ കപ്പാസിറ്റീസ് അല്ലെങ്കിൽ ഫുൾ എബിലിറ്റീനെ റിയലൈസ് ചെയ്യുന്നു. അയാൾക്കൊരു നോർമൽ ലൈഫ്, ഈ നോർമൽ എന്നുള്ള വേർഡ് തന്നെ ഒരു ഇതാണ്, നിങ്ങൾ അത് നോക്കണ്ട. പക്ഷെ എന്താണ്, കോപ്പ് വിത്ത് നോർമൽ ലൈഫ് സ്ട്രെസ്സസ്, സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ള, അതായത് പ്രത്യേകിച്ച് വേറെ ഇതൊന്നും ഇല്ല, സാധാരണ ഒരു ഗതിയിൽ ഒരു 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 ഓൺ ആൻ ആവറേജ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അപ്പൊ ഇത്തരത്തിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സസിനോടെല്ലാം, സാധാരണഗതിയിൽ ഒരാൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്ന സ്ട്രെസ്സസിനെ എല്ലാം അതിനോടെല്ലാം കോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ പ്രൊഡക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നതിനും കോൺട്രിബ്യൂട്ട് ടു ദ കമ്മ്യൂണിറ്റി, ഇതിനെല്ലാം വേണ്ടിയിട്ട് ഒരു ഇൻഡിവിജ്വലിന് പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിന്റെ സ്റ്റേറ്റ് ഓഫ് സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ എന്താന്ന് പറയുന്നത്, ഒരു വ്യക്തിക്ക് അയാളുടെ എല്ലാ എബിലിറ്റീസും അല്ലെങ്കിൽ അയാളുടെ കപ്പാസിറ്റീസ് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അയാൾക്ക് ഒരു നോർമൽ ലൈഫ് സ്ട്രെസ്സസിനോട് കോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ജീവിതത്തിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സിങ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സ്ട്രെസ് കൊടുക്കുന്നതായിട്ടുള്ള കുറച്ച് കോമ്പണൻസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിനോട് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സിനോട് അയാൾക്ക് നോർമലി അയാൾക്ക് അതിനോട് ഒന്ന് കോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനെ എതിർക്കാനുള്ള അതിനോട് എന്താ പറയാ, ആ ഒരു സ്ട്രെസ്സിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതേപോലെ പ്രൊഡക്റ്റീവ്ലി വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, കമ്മ്യൂണിറ്റിയിലേക്ക് ആക്റ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം സാധിക്കുന്നതായിട്ടുള്ള ആ ഒരു സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ്ങിനെയാണ്, അതൊരു ഓവറോൾ വെൽബീയിങ് ആണല്ലേ. ഒരു ഹെൽത്ത് എന്നുള്ളതിനപ്പുറം ഒരു വെൽബീയിങ് ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ജസ്റ്റ് നോക്കിക്കേ. മെന്റൽ ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ് ഇൻ വിച്ച് an individuals realizes their capacities അല്ലെങ്കിൽ abilities, can cope with normal life stresses and can work പ്രൊഡക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്ത കമ്മ്യൂണിറ്റി. ഓക്കെ, നോക്കിക്കേ. WHO ഡെഫിനേഷൻ എന്താ പറയുന്നത്, സെയിം തന്നെയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഇറ്റ് ഈസ് സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് ഇൻ വിച്ച് എവറി ഇൻഡിവിജ്വൽ റിയലൈസസ് ഹിസ് ഓർ ഹെർ പൊട്ടൻഷ്യൽ. അവരുടെ പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽസ് റിയലൈസ് ചെയ്യുന്നു. എനിക്ക് എന്താണ് പൊട്ടൻഷ്യൽ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പൊട്ടൻഷ്യൽ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യുന്നു. ക്യാൻ കോപ്പ് വിത്ത് നോർമൽ സ്ട്രെസ്സസ് ഓഫ് ലൈഫ്, ലൈഫിൽ ഉണ്ടാവുന്ന നോർമൽ സാധാരണഗതിയിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സുകളോട് അല്ലെങ്കിൽ അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നു. ക്യാൻ വർക്ക് പ്രൊഡക്റ്റീവ്ലി ആൻഡ് മേക്ക് ആക്റ്റീവ് കോൺട്രിബ്യൂഷൻ ടു ദ കമ്മ്യൂണിറ്റി. ഓക്കെ, സെറ്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത്? ഡൗട്ട് ഇല്ലല്ലോ? മെന്റൽ ഹെൽത്ത് ആണ് മേലെ പറഞ്ഞ തന്നെയാണ്, WHO വേർഡിലൊന്നും ആക്കിയതേ ഉള്ളൂ. ഓക്കെ, ശരി. അടുത്ത് നോക്കിക്കേ. ഡയമെൻഷൻസ് ഓഫ് മെന്റൽ ഹെൽത്ത് ആണ് പറയുന്നത്. എന്തൊക്കെയാണ് മെന്റൽ ഹെൽത്തിന് ഡയമെൻഷൻസ് വരുന്നത്, ഡയമെൻഷൻ തലങ്ങൾ, എന്തൊക്കെ തലങ്ങളാണ് മെന്റൽ ഹെൽത്തിന് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യം നോക്കിക്കേ, ഇമോഷണൽ ഡയമെൻഷൻസ്. എന്തായിരിക്കും ഇമോഷണൽ ഡയമെൻഷൻസ് പറയുന്നത്? നമ്മൾ എപ്പോഴും പറയുന്നത്, ഞാൻ ഭയങ്കര ഇമോഷണലി ഡൗൺ ആണിപ്പോ, അതല്ലെങ്കിൽ ഇമോഷണലി ഞാൻ എനിക്ക് ഈ അൺഅവൈലബിൾ ആണ്, ഇമോഷണലി അവൈലബിൾ അല്ല എന്നൊക്കെ നമ്മൾ പറയാറില്ല. അപ്പൊ എന്തായിരിക്കും ഇമോഷണൽ ഡയമെൻഷൻസിൽ പറയുന്നുണ്ടായിരിക്കും നമ്മൾ? എബിലിറ്റി ടു എക്സ്പ്രസ് ആൻഡ് മാനേജ് ഇമോഷൻസ് അപ്രോപ്രിയേറ്റ്ലി. നമുക്ക് എന്താ പറയാ, വളരെ എന്താ പറയാ, ഓക്കെ ആയിട്ട് അതല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് എങ്ങനെയൊക്കെ നമ്മുടെ എബിലിറ്റി ടു എക്സ്പ്രസ് ആൻഡ് മാനേജ് ഇമോഷൻസ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഒരു
സെറ്റ് ഓഫ് ഫീലിങ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എക്സ്പ്രസ് ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഇമോഷണൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്തിന്റെ. ഓക്കെ, സോ ഇറ്റ്സ് എബിലിറ്റി ടു എക്സ്പ്രസ് ആൻഡ് മാനേജ് ഇമോഷൻസ് അപ്രോപ്രിയേറ്റ്ലി. ഇമോഷൻസിനെ മാനേജ് ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നു. നമ്മൾ തന്നെ ഒരുപാട് ഇങ്ങനെ ഉള്ളിൽ ഒതുക്കുക എന്നുള്ളതിനപ്പുറം എന്താണ്, അതിനെ എക്സ്പ്രസ് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും വേണ്ടി പറ്റുന്ന ഒരു എബിലിറ്റിയാണ് ഇമോഷണൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കിക്കേ, സൈക്കോളജിക്കൽ ഡയമെൻഷൻ. സൈക്കോളജിക്കൽ ഡയമെൻഷനിൽ എന്തൊക്കെയായിരിക്കും വരുന്നുണ്ടാവുക, റാഷണൽ തിങ്കിങ്, യുക്തിഭദ്രമായ കാര്യങ്ങളെ കാണാൻ വേണ്ടി ചിന്തിക്കുക അല്ലെ. നമ്മൾ പറയാറുണ്ട്, നമുക്ക് അറിയുമായിരിക്കും ചില സാഹചര്യങ്ങളിൽ നമുക്ക് പറ്റാത്ത ഒരു സംഭവമായിരിക്കും, ആ ഒരു സംഭവം എന്തുകൊണ്ടാണ് നടന്നേ എന്നുള്ള യുക്തി നമ്മുടെ കയ്യിൽ ഭദ്രമായിരിക്കും, യുക്തി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് ആ ഒരു യുക്തി അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും. അതായത് ഇപ്പൊ ഞാൻ എന്താണ്, ഇപ്പോ എനിക്കൊരു പെട്ടെന്നൊരു ഗ്രീഫ് ഉണ്ടായി, എനിക്കൊരു ഗ്രീഫ് ഉണ്ടായി, ഒരു പേഴ്സണൽ ഗ്രീഫ് ഉണ്ടായി, അതല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു ഡെത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രീഫ് ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് അതിന്റെ എന്താ ലോജിക്ക് എന്റെ കയ്യിലുണ്ട്. അതായത് എന്താ പറയുക, ഡെത്ത് എന്ന് പറയുന്നത് ഒരു ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള സംഭവമാണ്, അത് എന്തായാലും നടക്കേണ്ട ഒരു സംഭവമാണ്, അതെന്തായാലും ലൈഫിന്റെ ഒരു സ്റ്റേജസിന്റെ ഭാഗമാണ്, ലാസ്റ്റ് സ്റ്റേജ് ആണ്, അതങ്ങനെ സംഭവിക്കും. അപ്പൊ അതിനോട് ഇത് ആദ്യമേ നടക്കുന്നതല്ല. അപ്പൊ ഇതിന്റെ എല്ലാ യുക്തിയും എന്റെ കയ്യിലുണ്ടാവും, റാഷണലി എനിക്ക് ഇതിനെ എല്ലാ രീതിയിലും കാണാൻ പറ്റുന്നുണ്ടാവും, പക്ഷെ അതെന്താണ് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവിടെ ആയിരിക്കും ഒരു ഡിസ്ഫങ്ഷനും വരുന്നുണ്ടാവും, എന്തുകൊണ്ട് സംഭവിച്ചു എന്നും ഇത് എന്തായാലും നടക്കേണ്ടതാണ് എല്ലാം നമ്മൾ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്തൊരു സംഭവമായിരിക്കും, പക്ഷെ എന്നാൽ പോലും എന്താണ് എനിക്ക് ആ ഒരു ഗ്രീഫിനോട് അവിടെ ഇതാക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പൊ ഇത്തരത്തിൽ റാഷണൽ തിങ്കിങ് ഉണ്ടായിരിക്കും. സൈക്കോളജിക്കൽ ഡയമെൻഷനിൽ വരുന്ന റാഷണൽ തിങ്കിങ്, അതിന്റെ യുക്തിഭദ്രമായിട്ടുള്ള തിങ്കിങ്, അല്ലെങ്കിൽ ലോജിക്കൽ ആയിട്ടുള്ള തിങ്കിങ്, അതല്ലെങ്കിൽ റാഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നുള്ള ആ ഒരു റാഷണൽ തോട്ട് ഇല്ല, അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, റാഷണലിസം. അടുത്ത് നോക്കിയേ, പെർസെപ്ഷൻസ്. അതിനെ അവിടെ എങ്ങനെയാണ് നമ്മൾ നോക്കി കാണുന്നത്, പെർസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനെ പോസിറ്റീവ് സെൽഫ് കൺസെപ്റ്റ്, സ്വബോധത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ സ്വന്തം സത്വത്തെ കുറിച്ചുള്ള ആ ഒരു പോസിറ്റീവ് സെൽഫ് കൺസെപ്റ്റ്, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്, സൈക്കോളജിക്കൽ ഡയമെൻഷനിൽ വരുന്നതാണ്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഇമോഷണൽ ഡയമെൻഷൻസിൽ ഇമോഷൻസിനെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, സൈക്കോളജിക്കൽ ഡയമെൻഷനിൽ നമ്മുടെ തോട്ട്, തിങ്കിങ്, പെർസെപ്ഷൻ, പോസിറ്റീവ് സെൽഫ് കൺസെപ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കിയാൽ സോഷ്യൽ ഡയമെൻഷൻ. അപ്പൊ എന്തായിരിക്കും സോഷ്യൽ ഡയമെൻഷൻസിൽ വരുന്നുണ്ടായിരിക്കുക, എബിലിറ്റി ടു മെയിൻറ്റെയിൻ റിലേഷൻ. നമ്മൾ എപ്പോഴും സോഷ്യൽ വർക്കേഴ്സ് പറയുന്ന സംഭവമാണ് അല്ലെ, ടു ഇംപ്രൂവ് ദ അല്ലെങ്കിൽ ടു ഹാവ് എ ബെറ്റർ സോഷ്യൽ ഫംഗ്ഷനിങ്. ഒരു ബെറ്റർ സോഷ്യൽ ഫംഗ്ഷനിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആളുകളോട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ആളുകളുടെ സോഷ്യൽ ഫംഗ്ഷനെ മെച്ചപ്പെടുത്തുക. അത് തന്നെ എബിലിറ്റി ടു മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ്, സൊസൈറ്റി ആയിട്ട് അല്ലെങ്കിൽ അയാൾക്ക് ചുറ്റുമുള്ളവരുമായിട്ട് എത്രത്തോളം റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അഡാപ്റ്റ് സോഷ്യലി, സോഷ്യൽ ഉണ്ടാവുന്ന ചേഞ്ച്. സമൂഹം എന്ന് പറയുന്നത് ഡൈനമിക് ആണ്. സമൂഹം എല്ലാ കാലത്തും ഒരേപോലെ ആയിരിക്കും. ഒരു 10 വർഷം മുന്നേ ഉള്ള സമൂഹം ഇപ്പോഴത്തെ സമൂഹം തമ്മിൽ അജഗജാന്തര വ്യത്യാസമില്ലേ, അതുപോലെ തന്നെയാണ് സമൂഹം ഡൈനമിക് ആണ്, മാറിക്കൊണ്ടിരിക്കും. അതിനോട് ചില സമയത്ത് മനുഷ്യന്മാർ നമ്മളെന്താണ്, നമ്മൾ ആ ഒരു മാറ്റത്തിന്റെ ഭാഗമാണ്, നമ്മളും ഇങ്ങനെ അഡാപ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. എന്നാൽ നമ്മൾ ഈ ഒരു അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ആ നമ്മൾ അഡാപ്റ്റിംഗ് എന്താണ്, ഒരു certain സ്റ്റേജിൽ നമ്മൾ സ്റ്റക്ക് ആയി എന്ന് വിചാരിക്കുക, സമൂഹത്തിൽ ഉണ്ടാവുന്ന മാറ്റത്തിനോട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ എന്താണ്, നമുക്ക് സോഷ്യലി അവിടെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ സോഷ്യലി ഡിസ്ഫങ്ഷൻ ആവുന്നു, അല്ലെങ്കിൽ സോഷ്യലി ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ എന്താണ്, സോഷ്യൽ വർക്കേഴ്സിന്റെ ഇന്റർവെൻഷൻ വരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ. അപ്പൊ ഇത്തരത്തിൽ എബിലിറ്റി ടു മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ്, അഡ്ജസ്റ്റ് ആൻഡ് അഡാപ്റ്റ് സോഷ്യലി, അതാണ് ഏതിൽ വരുന്നത്, സോഷ്യൽ ഡയമെൻഷനിൽ വരുന്നത്. സമൂഹത്തിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ശരി, അടുത്ത് നോക്കിക്കേ, അടുത്താണ് സ്പിരിച്വൽ ഡയമെൻഷൻ. എന്തായിരിക്കും സ്പിരിച്വൽ ഡയമെൻഷൻ? സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ് അല്ലെ, ഒരു സെൻസ് ഓഫ് എന്താ പറയുക, ഒരു സ്പിരിച്വാലിറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, സെൻസ് ഓഫ് പർപ്പസ് ആൻഡ് ഇന്നർ സ്പേസ് അല്ലെ. എന്താണ് പർപ്പസ്? മറ്റേ സിനിമയില് പറയുന്ന പോലെ ബുദ്ധനും ശങ്കരനും തേടി നടന്നത് അല്ലെ, സെൻസ് ഓഫ് പർപ്പസ്, എന്തിനു വേണ്ടിയാണ്, ആരാണ് നീ എന്നുള്ള സംഭവം അല്ലെ, എന്തിനാണ് സെൻസ് ഓഫ് പർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് തുടങ്ങിയ കുറെ സംഭവങ്ങളുടെ ഇന്നർ പീസ്, ഉള്ളിലുള്ള ശാന്തം, ആ സംഭവം അല്ലെ. അപ്പൊ ഇത്തരത്തിലാണ് ഡയമെൻഷൻസ് നാലെണ്ണം വരുന്നത്, ഇമോഷണൽ ഡയമെൻഷൻ, സൈക്കോളജിക്കൽ ഡയമെൻഷൻ, സോഷ്യൽ ഡയമെൻഷൻ, സ്പിരിച്വൽ ഡയമെൻഷൻ തുടങ്ങിയ 4 ഡയമെൻഷൻസ് ആണ് വരുന്നത്. Emotional dimensions much related with the emotions, how to deal with the emotions, how to express and manage the emotions. Psychological dimensions are dealing with the rational thinking, നിങ്ങളുടെ പെർസെപ്ഷൻ, നിങ്ങളുടെ തോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലെ, പോസിറ്റീവ് സെൽഫ് കൺസെപ്റ്റ് തുടങ്ങിയ സാധനങ്ങൾ. സോഷ്യൽ ഡയമെൻഷൻ ഒബ്വിയസ്ലി വിത്ത് സൊസൈറ്റി ഉണ്ടാവുന്ന ചേഞ്ചസിനോട് നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ആവുന്നു, അതേപോലെ സോഷ്യൽ റിലേഷൻഷിപ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സ്പിരിച്വൽ ഡയമെൻഷൻ, സെൻസ് ഓഫ് പേർപ്പസ്, ഇന്നർ പീസ്, അല്ലെങ്കിൽ സംതിങ് മോർ റിലേറ്റഡ് വിത്ത് സ്പിരിച്വാലിറ്റി. ഓക്കെ, ദ പേർപ്പസ് ഓഫ് ലൈഫ് തുടങ്ങിയ കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഇത്രയുമാണ് മെന്റൽ ഹെൽത്തിന്റെ ഡയമെൻഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അങ്ങനെ 4 ഡയമെൻഷൻസ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ശരി. അവിടെ നോക്കിയ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മെന്റൽ ഹെൽത്ത്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ മതി ഒപ്പം. അപ്പൊ നോക്കിയാൽ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മെന്റൽ ഹെൽത്ത് വരുന്നുണ്ടാവും. ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്തായാലും ഉണ്ടായിരിക്കും അല്ലെ, ജനറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് റീസൺസ് ഉണ്ടാവും. ബ്രെയിൻ കെമിസ്ട്രി, ബ്രെയിനിൽ നമുക്കറിയാം ബ്രെയിൻസിൽ ന്യൂറോൺസ് ഒക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ന്യൂറോൺസ് അത് തമ്മിൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ.
അപ്പോൾ നോക്കിക്കേ ന്യൂറോൺസ് കണക്റ്റഡ് ആണ്, അവർ ഒരു പെർട്ടിക്കുലർ ഇതുവഴി കണക്റ്റഡ് ആണ്, അവർ മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പൊ ഇത്തരത്തിൽ ജെനറ്റിക്സിന്റെ ഫാക്ടേഴ്സ് കാരണം വരാം, ബ്രെയിനിൽ ഉണ്ടാവുന്ന കെമിസ്ട്രി, ബ്രെയിൻ കെമിസ്ട്രി കൊണ്ടുവരാം, അതേപോലെ ഹോർമോൺസിന്റെ ഇത് കൊണ്ടുവരാം. അപ്പൊ ഇത്തരത്തിലുള്ളതാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് വരുന്നത്, ഒരു മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഹോർമോൺസിൽ ഉണ്ടാവുന്ന ഡിസ്റെഗുലേഷൻ അല്ലെങ്കിൽ ഹോർമോൺസിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ചില സമയത്ത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ ഓർത്ത് വെക്കുക, ജെനറ്റിക്സ്, ബ്രെയിൻ കെമിസ്ട്രി. അത് നോക്കിക്കുക, സൈക്കോളജിക്കൽ ഡയമെൻഷൻസ്. എന്തൊക്കെ സൈക്കോളജിക്കൽ ഡയമെൻഷൻസ് വരുന്ന പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് അല്ലെ. നമ്മൾ ഈ പേഴ്സണാലിറ്റി ട്രൈറ്റ് കുറച്ചും കൂടെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കൂട്ടെ, എന്തൊക്കെയാണ് ഓരോ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ എന്തൊക്കെ ട്രൈറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ സൈക്കോളജിക്കലി വരുന്നതാണ് പേഴ്സണാലിറ്റി ട്രൈറ്റുകൾ. നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒരു സെർട്ടൻ ട്രൈറ്റ്സ് ഉണ്ടായിരിക്കും. ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഒരു ട്രൈറ്റ് ഉണ്ടായിരിക്കുന്നതല്ല, ഓരോ വ്യക്തികളും ഓരോ ട്രൈറ്റ് ആയിരിക്കും, അയാൾക്കൊരു പ്രത്യേക ഒരു സ്വഭാവ സവിശേഷത എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. ചില സ്വഭാവ ട്രൈറ്റ്സ് ഉണ്ട്, പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഉണ്ടായിരിക്കും. കോപ്പിംഗ് സ്കിൽസ് ഉണ്ടായിരിക്കും. നമ്മുടെ കോപ്പിംഗ് സ്കിൽസ്, നമുക്ക് എത്രത്തോളം ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അതിന് എത്രത്തോളം ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അതിനോട് എത്രത്തോളം ആ ഒരു കോപ്പിംഗ് വരുന്നുണ്ട്, ഒരു അഡ്ജസ്റ്റിംഗ് സംഭവം വരുന്നുണ്ട്. ട്രോമ, നമുക്ക് ഉണ്ടാവുന്ന ട്രോമാസ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കില്ലേ? കോഴ്സ് എന്തായാലും ബാധിക്കുന്നുണ്ടായിരിക്കും. അടുത്ത് നോക്കിക്കേ, സോഷ്യലി ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ. എന്തൊക്കെ സോഷ്യലി വരുന്നുണ്ടാവുക? ഫാമിലി നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. റിലേഷൻഷിപ്സ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വർക്ക് എൻവയോൺമെന്റ്, നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നു ആ ഒരു വർക്ക് എൻവയോൺമെന്റ് എങ്ങനെയായാലും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ? എന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെ. അങ്ങനെയല്ല നമുക്ക് എന്താണ് വർക്ക് സ്പേസ് ടെൻഷൻ അല്ലെങ്കിൽ വർക്ക് സ്പേസ് പ്രഷർ ഒക്കെ വരുന്നത്. അത് നോക്കിയാൽ സോഷ്യൽ സപ്പോർട്ട് എന്തായാലും മെന്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. ഓക്കെ, അടുത്ത ഡയമെൻഷൻ എന്താ പറയുന്നത്? കൾച്ചറൽ ഡയമെൻഷൻസ്. കൾച്ചറൽ ഡയമെൻഷൻസിൽ എന്തൊക്കെ വരുന്നുണ്ടായിരിക്കാം? ബിലീഫ്, വാല്യൂസ്, നോംസ്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഒരു സംഭവം അല്ലേ ഇത്? ബിലീഫ്സ്, നമ്മളെ എങ്ങനെയാണ് ഇപ്പൊ പെർട്ടിക്കുലർ ആയിട്ടുള്ള, ഇപ്പൊ നമുക്കറിയാം ചില കമ്മ്യൂണിറ്റീസിന് ഉണ്ടായിരിക്കും ഒരു പെർട്ടിക്കുലർ ബിലീഫ് പാറ്റേൺസ് ഉണ്ടായിരിക്കും, അവർ ഫോളോ ചെയ്ത് വരുന്ന വാല്യൂസ് ആൻഡ് നോംസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇത്തരത്തിൽ ഓരോ കമ്മ്യൂണിറ്റിക്കും അവരുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ബിലീഫ്സും വാല്യൂസും നോംസും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സെർട്ടൈൻ കോഡ് ഓഫ് ദി സംഭവങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇത്തരത്തിൽ ഓരോന്നും എങ്ങനെയാണ് അവരുടെ മെന്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും അല്ലെ. ബിലീഫ്, നമ്മൾ വിശ്വസിക്കുന്നതായിട്ടുള്ള ബിലീഫുകൾ ഉണ്ടായിരിക്കും. അത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ബിലീഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിലുണ്ടാവുന്ന അതല്ലെങ്കിൽ അതിൽ എത്രത്തോളം നമ്മൾ പ്രാഗ്മാറ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ട്, അതല്ലെങ്കിൽ അതിൽ എത്രത്തോളം നമ്മൾ സ്റ്റാറ്റിക് ആണ് എന്നുള്ളതിനൊക്കെ ആശ്രയിച്ചിട്ട് എന്താണ് നമ്മുടെ മെന്റൽ ഹെൽത്തിനും അത് ബാധിക്കാൻ ചാൻസസ് ഉണ്ട്. അടുത്ത നോക്കിയാൽ എൻവിയോൺമെന്റ്, പോവർട്ടി. അറിയാവുന്ന സംഭവമാണ്, നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ, പോവർട്ടിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ, ഡിസാസ്റ്റേഴ്സ് നടക്കുന്നു, വയലൻസ് നടക്കുന്നു, സോഷ്യൽ ഇനീക്വാലിറ്റി. ഈ സോഷ്യൽ ഇനീക്വാലിറ്റിയും പോവർട്ടിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ ഡയമെൻഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സ് എന്നുള്ളതിലും വേണമെങ്കിൽ എഴുതാട്ടോ. അപ്പൊ പോവർട്ടി നമ്മുടെ സൊസൈറ്റിയിൽ എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്, എസ്റ്റാബ്ലിഷിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ സോഷ്യൽ ഇനീക്വാലിറ്റി, എത്ര നമ്മൾ പരിശ്രമിച്ചാലും ഇപ്പോഴും എപ്പോഴും എന്താണ് ഒരു പരിധി വരെ നല്ല ഒരുപാട് നിലനിൽക്കുന്ന ഒരു സംഭവമാണ് സോഷ്യൽ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു പെരിഫറലിൽ നിന്ന് നോക്കുന്ന സമയത്തായിരിക്കും നമുക്ക് തോന്നുന്നുണ്ടാവും ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ ഇനീക്വാലിറ്റി ഒന്നും ഇല്ല, എല്ലാവർക്കും ഭയങ്കര ഇക്വാലിറ്റി ആണെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും, പക്ഷെ ടു ദ ഡീപ് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും സോഷ്യൽ ഇനീക്വാലിറ്റി ഒക്കെ വളരെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ അധികം പ്രിഡോമിനന്റ്ലി നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് സിനാരിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങൾ ഫീൽഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇത്തരത്തിൽ എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മുടെ മെന്റൽ ഹെൽത്തിൽ, നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, ജസ്റ്റ് ഇത്രയും പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, എന്നിട്ട് നിങ്ങൾ അവിടെ നിങ്ങളെ ഒന്ന് പ്ലേസ് ചെയ്തിട്ട് ചിന്തിച്ച് നോക്കിക്കേ. ഇപ്പൊ ഞാൻ ഇത് എന്ത് ചെയ്തു, വർക്ക് എൻവയോൺമെന്റ് എടുക്കും. അപ്പൊ ഞാൻ എന്റെ വർക്ക് എൻവയോൺമെന്റ് ചെന്ന് വന്നു. വർക്ക് എൻവയോൺമെന്റ് നിൽക്കുമ്പോൾ എനിക്ക് എന്റെ കൊളീഗ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ട് അല്ല കിട്ടുന്നത്, എനിക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ഭയങ്കര ബുള്ളിങ്ങും ഹറാസ്മെന്റും, അതല്ലെങ്കിൽ എനിക്ക് ഞാൻ ചെയ്യുന്ന വർക്കിന് വേണ്ടത്ര റെക്കഗ്നിഷൻ കിട്ടുന്നില്ല. ഇതൊക്കെ എന്താണ് എന്റെ മെന്റൽ ഹെൽത്തിനെ അഡ്വേഴ്സ്ലി ബാധിക്കും. എന്നാൽ നേരെ തിരിച്ച് നോക്കിയാൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ട്, എന്റെ ഫേം എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് വളരെയധികം ഇൻസെന്റീവ്സ് തരുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ മെന്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് പോളിസീസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് എന്റെ മെന്റൽ ഹെൽത്തിനെ പോസിറ്റീവ്ലി ബാധിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ്ലി അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. ഇതിലെ ഓരോ പോയിന്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെന്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ആയിട്ട് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ ആ ഒരു സംഭവത്തിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ശരി. അടുത്ത് നോക്കിയ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെന്റൽ ഹെൽത്ത്. ഒരു മെന്റൽ ഹെൽത്തിന്റെ ഒരു അല്ലെങ്കിൽ ഒരു ഗുഡ് മെന്റൽ ഹെൽത്ത് എന്നൊക്കെ നമ്മൾ പറയില്ല, എങ്ങനെ എപ്പോഴാണ് ഒരു നല്ല മെന്റൽ ഹെൽത്ത് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കോ, ഒന്ന് സെൽഫ് അവയർനെസ്, സ്വബോധം ഉണ്ടായിരിക്കണം, നമ്മൾ എന്താണ് അല്ലെങ്കിൽ നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. റിയലിസ്റ്റിക് സെൽഫ് കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അവിടെ നോക്കിയ എബിലിറ്റി ടു മാനേജ് സ്ട്രെസ് ആൻഡ് ഫ്രസ്ട്രേഷൻ, നമുക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്സിനെയും ഫ്രസ്ട്രേഷനെയും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റണം. ബാലൻസ്ഡ് ഇമോഷൻസ് ആൻഡ് സ്റ്റേബിൾ മൂഡ് ആയിരിക്കണം അല്ലെ. മൂഡും അഫക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നുണ്ട്. മൂഡ് വേറെ, അഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ സംഭവം വരുന്നുണ്ട്, അറിയുന്നതായിരിക്കും കുറെ പേർക്ക്.
നമ്മൾ മൂഡ് ഡിസോർഡേഴ്സ് പറയുന്ന സമയത്ത് മൂഡും എഫക്റ്റും നമ്മളുടെ ഡിഫറൻസ് ഒക്കെ പറയുന്നുണ്ടായിരിക്കും കേട്ടോ. നമ്മൾ പറയില്ല എന്റെ മൂഡൊക്കെ ശരിയല്ല, അല്ലെങ്കിൽ എനിക്ക് നല്ല ഐ മീൻ ഗുഡ് മൂഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അല്ലെങ്കിൽ നമ്മൾ പറയും എന്റെ മൂഡാ, ഏത് മൂഡ്, ആ സംഭവം. അപ്പൊ മൂഡും ഉണ്ട് എഫക്റ്റും ഉണ്ട്. മൂഡ് എന്ന് പറയുന്നത് ഒന്ന് ലോങ് ടേം ആണ് വരുന്നത്, ഒന്ന് ഷോർട്ട് ടേം ആണ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ആ ഒരു ഡിഫറൻസ് ഒക്കെ വരുന്നത് നമ്മളത് കുറച്ചും കൂടെ മൂഡ് ഡിസോർഡേഴ്സ് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ബാലൻസ്ഡ് ഇമോഷൻസ് ആൻഡ് സ്റ്റേബിൾ മൂഡ്. പിന്നെ നോക്കിക്കേ, ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, നല്ല ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. കൺസ്ട്രക്റ്റീവ് യൂസ് ഓഫ് ടൈം ആൻഡ് ക്രിയേറ്റിവിറ്റി, ടൈം നമ്മൾ വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം, ക്രിയേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. എബിലിറ്റി ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് മേക്ക് ഡിസിഷൻസ്, അല്ലെ, റെസ്പോൺസിബിലിറ്റീസ് എടുക്കാനും ഡിസിഷൻസ് നടത്താനുള്ള ഒരു കഴിവ് വേണം. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു വളരെയധികം ഗുഡ് മെന്റൽ ഹെൽത്ത് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എക്സെപ്ഷൻസ് അപ്ലൈ നമുക്ക് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അല്ലേ, നമുക്ക് എപ്പോഴും ഈ ഒരു ഇതെല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മളുടെ മെന്റൽ ഹെൽത്ത് മോശമാണെന്ന് നമ്മൾ പറയാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഇതെല്ലാം ചെയ്യാൻ പറ്റിയാലും നമ്മുടെ മെന്റൽ ഹെൽത്ത് നല്ലതായിരിക്കണം എന്നില്ല. സോ ഇതൊരു ജസ്റ്റ് ഒരു ഇത് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക, ജസ്റ്റ് വായിച്ചു വെക്കുക. ഇത് നിങ്ങൾക്ക് പിന്നെ ഇത് വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സംഭവങ്ങളല്ലേ. ഇതിപ്പോ ഒരു ഓപ്ഷനിൽ വന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തായാലും മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അയാളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നുള്ളത് അറിയാം. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ഇമ്പോർട്ടൻസ് ഓഫ് മെന്റൽ ഹെൽത്ത്. എന്തൊക്കെയാണ് മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അറിയുന്നതല്ലേ, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ പോലെ നമുക്ക് എൻഹാൻസസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അയാൾ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കും. അയാൾ അയാളുടെ ടൈം എഫിഷ്യന്റ്ലി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും അയാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്തായിരിക്കും, ഇംപ്രൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നോക്കിയാൽ റെഡ്യൂസസ് റിസ്ക് ഓഫ് ബിഹേവിയർ ആൻഡ് ഇമോഷണൽ പ്രോബ്ലംസ്. ബിഹേവിയറൽ പ്രോബ്ലംസിന്റെയും അതേപോലെ ഇമോഷണൽ പ്രോബ്ലംസിന്റെ ഒക്കെ റിസ്ക് ഭയങ്കര അധികം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. പ്രൊമോട്ട്സ് റെസിലിയൻസ് ആൻഡ് കോപ്പിംഗ്. റെസിലിയൻസ് നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ റെസിലിയൻസ് എന്ന് പറയുന്നത്? ഒരു സംഭവത്തിനോട് സർവൈവ് ചെയ്ത് അതിൽ നിന്നും ഈ കരകയറി വരാനുള്ള ആ ഒരു എബിലിറ്റി, അതല്ലേ ഒരു ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു 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 കലാമിറ്റി ഒരു അതിജീവിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അയാളെ സംബന്ധിച്ച് അയാളുടെ കയ്യിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, സീറോയിൽ നിൽക്കുകയായിരിക്കും. പക്ഷെ അവിടെ നിന്ന് സർവൈവ് ചെയ്ത് ആ ഒരു ബാക്ക് ടു ദ സംഭവത്തിലേക്ക് കയറി വരാനുള്ള അയാളുടെ ആ ഒരു ത്രൈവ് അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് പറയുന്നുണ്ടായിരിക്കാം. അപ്പൊ ഈ പ്രൊമോട്ട്സ് റെസിലിയൻസ് ആൻഡ് കോപ്പിംഗ്. റെസിലിയൻസിനെയും കോപ്പിങ്ങിനെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ ഫോർ സോഷ്യൽ ഹാർമണി ആൻഡ് കമ്മ്യൂണിറ്റി വെൽബീങ്. സോഷ്യൽ ഹാർമണി, കമ്മ്യൂണിറ്റി വെൽബീങ് തുടങ്ങിയതിനൊക്കെ എസെൻഷ്യലി, അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, മെന്റൽ ഹെൽത്ത് വേണം. പിന്നെ ഇന്റഗ്രൽ ടു ഓവറോൾ ഹെൽത്ത്. ദർ ഇസ് നോ ഹെൽത്ത് വിത്തൗട്ട് മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് ഇല്ലാതെ ഒരു ഹെൽത്ത് ഇല്ല നമുക്ക്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു സംഭവമാണ് മെന്റൽ ഹെൽത്ത്. MS ഞാൻ എഴുതുന്നുണ്ട്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ് ആണ് വരുന്നത്. ഒരു റൈറ്റ് ആണ് കേട്ടോ. ചെറുതാക്കി എഴുതുന്നുണ്ട്, ഇതിൽ എഴുതാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേസിക് റൈറ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും, നിങ്ങൾ എസ്ഐക്ക് വേണ്ടിയല്ലല്ലോ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ, സോറി. അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് റൈറ്റ് ആണ്, ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. ഓക്കെ, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ബേസിക് ഹ്യൂമൻ റൈറ്റ് ആണ്. അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ശരി. ഇമ്പോർട്ടൻസ് ഓഫ് മെന്റൽ. അടുത്ത നോക്കിയൊക്കെ മെന്റൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ വർക്ക്. അപ്പൊ നമ്മൾ ഇത്ര നേരം മെന്റൽ ഹെൽത്ത് പറഞ്ഞു. അപ്പൊ ഒബ്വിയസ്ലി നമുക്ക് എന്താണ് അതിനെ സോഷ്യൽ വർക്കായിട്ട് കൊണ്ടുവരണ്ടേ? നമുക്ക് സോഷ്യൽ വർക്ക് അല്ലേ നമ്മുടെ വിഷയം. അപ്പൊ നോക്കിയാൽ സോഷ്യൽ വർക്കിൽ എങ്ങനെയാ വരുന്നതെന്നുള്ളത്. സോഷ്യൽ വർക്ക് ഈസ് ഡീപ്ലി ലിങ്ക്ഡ് വിത്ത് മെന്റൽ ഹെൽത്ത് കെയർ ത്രൂ പ്രിവെൻഷൻ, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഓർത്ത് വെച്ചോ, സോഷ്യൽ വർക്ക് എങ്ങനെയാണ് മെന്റൽ ഹെൽത്തുമായിട്ട് ലിങ്ക് ആവുന്നത്? ത്രൂ പ്രിവെൻഷൻ, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് അഡ്വേഴ്സിങ് കണ്ടീഷൻസിനെ പ്രിവെന്റ് ചെയ്യുന്നു. അതുപോലെ ഇന്റർവെൻഷൻസ് നടത്തുന്നു, അതേപോലെ റീഹാബിലിറ്റേഷൻ ചെയ്യുന്നു. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് മുന്നേ ചെയ്യുന്നതാണ്, മെന്റൽ ഹെൽത്ത് ഒരു കണ്ടീഷൻ വരുന്നതിന് മുന്നേ ചെയ്യുന്നതാണ്. പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ അസുഖം വരുന്ന പോലെ, ഒരു അസുഖം വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും? ആദ്യം അതിനെ പ്രിവെന്റ് ചെയ്യാൻ നോക്കുകയായിരിക്കും, അസുഖം വരാതിരിക്കാതെ നോക്കും. വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇന്റർവെൻഷൻ നടത്തും. അതിനെ എങ്ങനെ മാറ്റാം എന്നുള്ള, മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യം, മെഡിസിൻ എടുക്കുന്നു, അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മെന്റൽ ഹെൽത്ത് ആണെങ്കിൽ നമ്മൾ തെറാപ്പീസ് എടുക്കുന്നു, അതല്ലെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് എടുക്കുന്നു, തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നു. റീഹാബിലിറ്റേഷൻ, ഇത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ, ബാക്ക് ടു സൊസൈറ്റി നമ്മളതിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം ഉണ്ട് അല്ലെ. റീഹാബിലിറ്റേഷൻ വർക്കുകൾ ചെയ്യുന്നു. റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മറ്റേ ഇത് മാത്രമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റീഹാബിലിറ്റേഷൻ, കുറെ പേർക്കുള്ള ഒരു പ്രശ്നമാണ്. റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ റീഹാബിലിറ്റേഷൻ ആ ഒരു ഇതിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകും. അതായത് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവരെ താമസിപ്പിക്കുന്നു. ഇപ്പൊ പ്രായമായവരെയൊക്കെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ റീഹാബിലിറ്റേഷൻ ചെയ്യുന്നു, അവരെ ഒരു എന്താ പറയാ സീനിയർ സിറ്റിസൺ ഹോമിലേക്ക് മാറ്റുന്നു. അത് റീഹാബിലിറ്റേഷൻ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷെ അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ റീഹാബിലിറ്റേഷൻ ആണ്. പക്ഷെ അങ്ങനെ മാത്രം നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അയാളെ ബാക്ക് ടു,
അയാളുടെ നോർമൽ സോഷ്യൽ ഫംഗ്ഷനിങ്ങിലേക്ക് ആക്കുന്നതെല്ലാം റീഹാബിലിറ്റേഷൻ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ഇപ്പൊ പ്രിവെൻഷൻ, ഇന്റർവെൻഷൻ, റീഹാബിലിറ്റേഷൻ, ഇതാണ് സോഷ്യൽ വർക്കിന്റേതായിട്ടുള്ള, അല്ലെങ്കിൽ എങ്ങനെയാണ് സോഷ്യൽ വർക്ക് ലിങ്ക് ചെയ്തിട്ടുള്ളത് പറയുന്നത്. So, ഈ സോഷ്യൽ വർക്കേഴ്സ് അഡ്രസ് സൈക്കോ സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് മെന്റൽ ഹെൽത്ത് അല്ലെ. നമ്മൾ സൈക്കോ സോഷ്യൽ ആസ്പെക്ട് ആയിരിക്കും മെന്റൽ ഹെൽത്തിന്റെ അല്ലെങ്കിൽ മെന്റൽ ഇൽനെസിന്റെ അഡ്രസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന സോഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെ വരുന്നത്, അയാളുടെ സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം എന്തൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ സോഷ്യലി ഉണ്ടാവുന്ന ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്, അത് അയാളുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡയമെൻഷനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും അല്ലെ. സോഷ്യൽ വർക്കേഴ്സ് അഡ്രസ് സൈക്കോ സോഷ്യൽ ആസ്പെക്ട് ഓഫ് മെന്റൽ ഹെൽത്ത്, പ്രൊമോട്ട് കമ്മ്യൂണിറ്റി ബേസ്ഡ് കെയർ അല്ലെ. നമ്മൾ എപ്പോഴും പറയുന്ന സാധനമാണ് കമ്മ്യൂണിറ്റി വിട്ട് നമുക്കൊരു കളിയില്ല അല്ലെ. എല്ലാം കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിരിക്കണം, പാർട്ടിസിപ്പേറ്റീവ് ആയിരിക്കണം. നമ്മളുടെ മെയിൻ സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ കമ്മ്യൂണിറ്റി ബേസ്ഡ് കെയറിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഒരാൾ ഒറ്റയ്ക്ക് ഒരു സംഭവത്തിനെ സോൾവ് ചെയ്യുക എന്നുള്ളതിനപ്പുറം കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സപ്പോർട്ട് വഴി അയാൾ അതിനെ ഇതാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കും. അഡ്വക്കേറ്റ് ഫോർ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് മെന്റൽ ഇൽനെസ്, മെന്റൽ ഇൽനെസ് ഇല്ല അല്ലെങ്കിൽ മെന്റലി കുറച്ച് ചാലഞ്ചസ് നേരിടുന്നതായിട്ടുള്ള, ചാലഞ്ചസ് അല്ല, മെന്റലി കുറച്ച് പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ടുള്ള വ്യക്തികളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ചെയ്യുക. അവർക്ക് എന്തൊക്കെ റൈറ്റുകളാണ് നേടിയെടുക്കേണ്ടതായിട്ടുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന ഏതിലായിരിക്കും, സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡയമെൻഷൻസിൽ നമ്മൾ പറയുന്നതാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല, നമുക്ക് ഇങ്ങനെ ഒരു ഇതൊക്കെ എഴുതി വെക്കാൻ വേണ്ടി പറ്റും. മെന്റലി ഇപ്പൊ നമുക്ക് തോന്നുകയാണ് നമുക്ക് എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, ഓക്കെ, നമുക്ക് അങ്ങനെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റുമെന്നല്ല പറയുന്നത്, പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് ഒരു സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ എഴുതി വെക്കാവുന്ന സംഭവമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ നിങ്ങൾ ഇങ്ങനെ മെന്റലി അൺസൗണ്ട് ആയിട്ടിരിക്കും അല്ലെങ്കിൽ മെന്റലി കുറച്ച് ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തില്ല, ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഇല്ലാത്ത ഒരു സാഹചര്യമാണെന്ന് വിചാരിക്കുക. അപ്പൊ അത്തരം സാഹചര്യത്തിൽ നിങ്ങൾക്ക് ലീഗലി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, മറ്റൊരു വ്യക്തിനെ ആ ഒരു സംഭവം ഏൽപ്പിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഒക്കെ വരുന്നുണ്ട് നാഷണൽ മെന്റൽ ഹെൽത്ത് ആക്ടിന്റെ ഭാഗമായിട്ട്. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കിയാൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് അഡ്രസ് ചെയ്യുന്നുണ്ടായിരിക്കും സൈക്കോ സോഷ്യൽ ആസ്പെക്ട് ഓഫ് മെന്റൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്തിന്റെ സൈക്കോ സോഷ്യൽ ആസ്പെക്ടുകൾ നോക്കുന്നുണ്ടായിരിക്കും. പ്രൊമോട്ട് കമ്മ്യൂണിറ്റി ബേസ്ഡ് കെയർ, അതേപോലെ തന്നെ റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് മെന്റൽ ഇൽനസ്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ശരി. അടുത്ത് നോക്കിയേ, എന്തൊക്കെയാണ് നമ്മുടെ റോൾസ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, പ്രിവെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും, ഇന്റർവെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും, റീഹാബിലിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. അസസ്മെന്റ്, ആദ്യം നമ്മൾ പറയുന്നു അസസ്മെന്റ്. എന്താ അസസ്മെന്റിൽ ചെയ്യുന്നുണ്ടായിരിക്കുക, ഇവാലുവേറ്റ്, ക്ലയന്റിന്റെ മെന്റൽ ഹെൽത്തിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അവരുടെ എൻവിയോൺമെന്റ്, സപ്പോർട്ട് സിസ്റ്റം, അയാൾക്ക് എന്തൊക്കെ സപ്പോർട്ട് സിസ്റ്റം കിട്ടുന്നുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് എന്തൊക്കെയാണ് അവിടെ സമൂഹത്തിൽ നിന്നും കിട്ടുന്നത്. സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അറിയില്ലേ നമുക്ക്, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് എന്തൊക്കെ സപ്പോർട്ട് സിസ്റ്റംസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളെ ആ ഒരു ബെറ്റർ ഫങ്ഷനിങ്ങിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സമൂഹം നമ്മളെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സംഭവം അല്ലെ. ഇപ്പൊ ഇത്തരത്തിൽ ക്ലയന്റിന്റെ മെന്റൽ ഹെൽത്തിനെ ഇവാലുവേറ്റ് ചെയ്യുക, അവരുടെ എൻവിയോൺമെന്റ്, അവരുടെ ചുറ്റും നടക്കുന്ന, നമുക്കറിയാം നമ്മുടെ എൻവിയോൺമെന്റിനായിരിക്കും നമുക്ക് സ്ട്രെസ്സേഴ്സ് ഉണ്ടായിരിക്കാം, നമ്മളതിനെ സ്ട്രെസ്സിലാക്കുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടായിരിക്കും, നമ്മളതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കുറെ സംഭവങ്ങൾ എല്ലാം നമ്മുടെ എൻവിയോൺമെന്റിലുള്ള. ഇപ്പൊ എൻവിയോൺമെന്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തായാലും നമ്മളെയും ബാധിക്കില്ലേ, ബാധിക്കും. ഒന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾ എന്താ പറയാ, നമ്മുടെ ചുറ്റും നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു വ്യക്തിനെ അന്നത്തെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ പോലും കുറെ പേരെ അത് അഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. ഇത്തരത്തിൽ എൻവയോൺമെന്റിൽ നടക്കുന്ന മാറ്റങ്ങൾ, സപ്പോർട്ട് സിസ്റ്റം, ഇതെല്ലാം എന്താണ് അസസ്മെന്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അസസ്മെന്റ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ. അടുത്ത നോക്കിയാൽ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി അല്ലെ. നമുക്ക് അറിയുന്ന സംഭവം അല്ലേ കൗൺസിലിംഗ് സൈക്കോതെറാപ്പി. എംഫിൽ ഇൻ സൈക്കാട്രിക് സോഷ്യൽ വർക്ക് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഈ എംഫിൽ ഒക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, നമുക്ക് തെറാപ്പി സപ്ലൈ ചെയ്യുന്നവരുണ്ടായിരിക്കും, തെറാപ്പി ചെയ്യുന്നവരുണ്ടായിരിക്കും, കൗൺസിലിംഗ് കോഴ്സ് ചെയ്യുന്നവരുണ്ടായിരിക്കും അല്ലെ. നോക്കിയാൽ പ്രൊവൈഡ് സപ്പോർട്ടീവ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് തെറാപ്പി, സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിംഗ് തെറാപ്പീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്ത് നോക്കിയാൽ കേസ് വർക്ക് ആൻഡ് കേസ് മാനേജ്മെന്റ്. എന്താ കേസ് വർക്ക് ആൻഡ് കേസ് മാനേജ്മെന്റ് വരുന്നുണ്ടായിരിക്കാം. കണക്ട് ക്ലയൻസ് വിത്ത് മെഡിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് സോഷ്യൽ സർവീസസ് അല്ലെ. ഇപ്പൊ ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി ചെയ്യുന്ന ഒരു സംഭവം, ക്ലയന്റ് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താ, ക്ലയന്റിന് കിട്ടേണ്ടതായിട്ടുള്ള സോഷ്യൽ സർവീസസ് കുറച്ചുണ്ടായിരിക്കും, അതേപോലെ തന്നെ ക്ലയന്റിന് കിട്ടേണ്ടതായിട്ടുള്ള കുറച്ച് മെഡിക്കൽ സർവീസസ്, ഫിനാൻഷ്യൽ സർവീസ്, ഇതിലേക്കെല്ലാം ക്ലയന്റിനെ ലിങ്ക് ചെയ്യുന്നത് നമ്മളായിരിക്കും. ഇപ്പൊ ചില NGOs ഒക്കെ ഇതിനു വേണ്ടി പെർട്ടിക്കുലർലി വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ചില NGOs ഒക്കെ. അപ്പൊ ആ NGOs എന്താ ചെയ്യുന്നുണ്ടായിരിക്കുക, NGOs എന്ന് പറയുന്നത് ഒരു മീഡിയം ആയിട്ട് ആക്ട് ചെയ്യായിരിക്കും. അപ്പൊ ക്ലയന്റിന് വേണ്ട സർവീസ്, ഇപ്പൊ ചില ഫിനാൻഷ്യൽ സർവീസ് ആണെങ്കിൽ ക്ലയന്റ് അല്ല NGO എന്നുണ്ടായിരിക്കും ഫണ്ട് റേസിംഗ് നടത്തിയിട്ട് ഈ ഒരു മണി എത്തിക്കുന്നു. അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് ആണ്, ഇപ്പൊ പാലിയേറ്റീവ് സർവീസസ് ആണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ലിങ്കിങ് നടത്തുന്നു, മെഡിക്കൽ സർവീസ് ആണ് കിട്ടുന്നത് ഹോസ്പിറ്റൽസിലേക്ക് ഇതാക്കുന്നു. ഇത്തരത്തിൽ ഒരു മീഡിയം ആയിട്ട് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന NGOസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. നോക്കി ഇത്തരത്തിൽ ക്ലയന്റിന് വേണ്ട മെഡിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് സോഷ്യൽ സർവീസസിനെ കണക്ട് ചെയ്ത് കൊടുക്കുക.
അടുത്ത് നോക്കിയാൽ അഡ്വക്കസി. അഡ്വക്കസിയിൽ എന്താ വരുന്നത്? റൈറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുക. നമുക്കറിയുന്നതാണ് എല്ലാ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള റൈറ്റ് ഉണ്ട് അല്ലെ, റൈറ്റ് ടു ലൈഫ് ഉണ്ട്, റൈറ്റ് ടു ഡിഗ്നിറ്റി ഒക്കെ വരുന്നുണ്ട് ആർട്ടിക്കിൾ 21 അല്ലെ. അപ്പൊ ഇത്തരത്തിൽ റൈറ്റുകളെ പ്രൊമോട്ട് ചെയ്യുക. ഫൈറ്റ് അഗെയിൻസ്റ്റ് സ്റ്റിഗ്മയ്ക്കെതിരായിട്ട് ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ എന്തായാലും എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മൾ വിചാരിക്കും ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. പക്ഷെ കമ്പാരിറ്റീവ് കുറവാണ്, എന്നാൽ പോലും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്? സ്റ്റിഗ്മ. ഒരു പ്രത്യേകിച്ച് ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഭയങ്കര സ്റ്റിഗ്മറ്റൈസ്ഡ് ആവും. ഓ, അവന് അത്ര സുഖമില്ലാത്ത, അടുത്തേക്കൊന്നും പോണ്ട, അല്ലെങ്കിൽ എന്താണ് കുറച്ച് മെന്റലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സ്റ്റിഗ്മാസ് അപ്ലൈ വരും. ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ കുറെ പേരുടെ ഇപ്പോഴത്തെ ഒരു വിശ്വാസം, ഇപ്പോഴും ഉള്ള ഒരു വിശ്വാസമാണ് മെന്റലി നമ്മൾക്ക് ഒരു വട്ടം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും മാറില്ല, നമുക്ക് ജീവിതകാലം മുഴുവൻ നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള പഴയ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റിഗ്മകൾക്കെതിരെ ഫൈറ്റ് ചെയ്യുക. അതേപോലെ എൻഷുർ ആക്സസ് ടു കെയർ, അവർക്ക് എന്തായാലും കെയർ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുക. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ക്രൈസിസ് ഇന്റർവെൻഷൻ അറിയാലോ, ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ, സൂയിസൈഡ് ഐഡിയലേഷൻ ഉള്ള മനുഷ്യനാണ്, വയലന്റ് ബിഹേവിയറിലാണ്, ട്രോമേഷൻ ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രൈസിസുകളിൽ ഇന്റർവെൻഷൻസ് നടത്തുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന സംഭവങ്ങളല്ലേ. പുറത്തേക്ക് എന്തൊക്കെ റോൾസിലായിരിക്കും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടായിരിക്കും? അസസ്മെന്റ് റോൾ ഉണ്ടായിരിക്കും, കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പിയിൽ ഉണ്ടായിരിക്കും, കേസ് വർക്ക് ആൻഡ് കേസ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കും, അഡ്വക്കസി ഉണ്ടായിരിക്കും, ക്രൈസിസ് ഇന്റർവെൻഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, റീഹാബിലിറ്റേഷൻ അറിയുന്ന സംഭവമാണല്ലോ. ഹെൽപ്പ് ഇൻ റീഇൻറ്റഗ്രേറ്റ് ക്ലയൻസ് ഇൻ ടു കമ്മ്യൂണിറ്റി ലൈഫ്. കമ്മ്യൂണിറ്റി ലൈഫിലേക്ക് റീഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്കറിയാം, കുറെ കാലം ഒരു മെന്റൽ ഹെൽത്ത് സെറ്റിംഗിൽ വർക്ക് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ വർക്ക് ചെയ്ത വ്യക്തി എന്നല്ല, വർക്ക് ചെയ്ത ജീവിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചോ, നിങ്ങൾ സൈക്കാട്രിക്കൽ ഇന്റേൺഷിപ്പ് ചെയ്തവർക്കൊക്കെ അറിയാം. ഇപ്പൊ കേരളത്തിൽ ഒരുപാട് സൈക്കാട്രിക്, ഇപ്പൊ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വർക്ക് ചെയ്ത്, ഗവൺമെന്റ് സൈക്കാട്രിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും, അവിടെ മെയിൻലി നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും എന്ത്? റീഹാബിലിറ്റേഷൻ. ഇവരെ ബാക്ക് ടു ഫാമിലി അല്ലെങ്കിൽ ബാക്ക് ടു കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സംഭവം കുറച്ച് ടാസ്കിയാണ്. ഇപ്പൊ അവിടെ കുറെ കേസസ്, റെഫറൽ കേസസ് ഒക്കെ ആയിട്ട് വരും. ഇപ്പൊ പോലീസ് റെഫറൻസിന്റെ കേസസ് വരുന്നുണ്ടായിരിക്കും, കോർട്ട് വഴി വരുന്ന കേസസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ പേഷ്യൻസിന് അവര് പോലീസ് എവിടെന്നെങ്കിലും കളക്ട് ചെയ്തിട്ടോ, അല്ലെങ്കിൽ പോലീസ് ചിലപ്പോൾ അവരെ ഈ പറയുന്ന പോലെ ചിലപ്പോൾ എന്താ പറയാ, പുറത്ത് എവിടെയെങ്കിലും വാണ്ടർ ചെയ്ത് നടന്നിരുന്ന പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അവരെ തന്നെ പോലീസ് പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആക്കുന്നതായിരിക്കും. ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ വേറെ ഒന്നും നമുക്ക് ഉണ്ടാവില്ല, ബൈ സ്റ്റാൻഡേഴ്സ് അവൈലബിൾ ആയിരിക്കില്ല, അതല്ലെങ്കിൽ ഇവരെ തന്നെ ആഫ്റ്റർ ട്രീറ്റ്മെന്റ് ഇവര് എങ്ങനെയാണ് ഇവരെ ബാക്ക് ടു വീട്ടിലേക്ക് എത്തിക്കുക, ഇവര് വീട് എവിടെയാന്ന് പോലും നമുക്ക് അറിയുന്നുണ്ടായിരിക്കാം. ഇപ്പൊ ഞാൻ ഇതേപോലെ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടായ ഒരു സംഭവമാണ്, ഒരു പ്രായമായ ഒരു അപ്പൂപ്പനാണ്. അപ്പൊ ഈ പുള്ളി പറയുന്നത് അത്ര എന്താണ് വ്യക്തമല്ല, അത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, വളരെ പ്രായമാണ്. അപ്പൊ സംസാരിക്കുന്നത് നമുക്ക് അങ്ങനെ ക്ലിയർ ആവുന്നില്ല. നല്ല ഏജ്ഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. അത് നമ്മൾ ഒരുപാട് ദിവസം പരിശ്രമിച്ചിട്ടാണ് ഈ പുള്ളിയുടെ വേറബോട്ട്സ് നമുക്ക് കിട്ടുന്നത്. എവിടെ നിന്നാണ് ഈ പുള്ളിയുടെ സ്ഥലം എവിടെയാണ്, ഈ പുള്ളിയുടെ വീട് എവിടെയാണ്, വീട്ടിൽ ആരുടെങ്കിലും നമ്പറൊന്നും എന്തായാലും പുള്ളിക്ക് അറിയില്ല. നമ്മൾ പിന്നെ അതങ്ങനെ കണക്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷെ ആ ഒരു സ്ഥലം എവിടെയാന്ന് അറിയണ്ടേ, അപ്പൊ പുള്ളിയുടെ പേര്, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ചിലപ്പോൾ ചില ഒരു അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ വരുന്ന സമയത്തുള്ള അതിഥി തൊഴിലാളികളൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ പ്രശ്നം ഉണ്ടായിരിക്കും. അവരുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയണമെന്നില്ല. അവരെ കണക്ട് ചെയ്ത് അവരുടെ നാട്ടിൽ നിന്ന് ആളെ കൊണ്ടു, അല്ലെങ്കിൽ അവിടേക്ക് തിരിച്ചെത്തിക്കുക എന്ന് പറയുന്ന റീഹാബിലിറ്റേഷൻ പ്രോസസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത്തരത്തിൽ ഹെൽപ്പ് റീഇൻറ്റഗ്രേഷൻ. അപ്പൊ ഈ ഒരു ക്ലയന്റിന് അയാളുടെ കമ്മ്യൂണിറ്റി ലൈഫിലേക്ക് വീണ്ടും മെർജ് ചെയ്യുക എന്നുള്ള ഒരു സംഭവം ചെയ്യുന്നതൊക്കെ നമ്മളായിരിക്കും, അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സംഭവങ്ങളൊക്കെ സോഷ്യൽ വർക്കിന്റെ അടുത്തലായിട്ട് പറയുന്നതാണ്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ശരി. അവിടെ നോക്കിയാൽ സോഷ്യൽ വർക്ക് സെറ്റിംഗ്സ് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ്. സൈക്കാട്രിക് ഹോസ്പിറ്റൽസും ക്ലിനിക്സും നമുക്ക് അറിയുന്നതാണ്. കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ടായിരിക്കും. റീഹാബിലിറ്റേഷൻ ഹോംസ്, ഹാഫ് ഡേ ഹോംസ് ഒക്കെ ഉണ്ടായിരിക്കും. സ്കൂൾസിൽ, കറക്ഷണൽ ഫെസിലിറ്റീസിൽ, NGOസിൽ, ഡി അഡിക്ഷൻ സെന്റേഴ്സിൽ, പിന്നെ ഗവൺമെന്റ് ആൻഡ് പോളിസി ലെവൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാംസ്, നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം. ഇതിലൊക്കെ എന്താണ് സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ വർക്കിൻ്റെതായിട്ടുള്ള അപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് സെറ്റിംഗ്സ്, അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ളതാണ്. സിമ്പിൾ അല്ലേ? ഇതൊന്നും അധികം പറയാനില്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോയേട്ടോ. ആ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടും വേണമല്ലോ, അതുകൊണ്ടാണ് ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻലി ഇന്ന് മെന്റൽ ഹെൽത്തിൻ്റെതായിട്ടുള്ള കുറച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് കൊടുത്തത്. മെന്റൽ ഹെൽത്ത് എന്താണെന്നുള്ളതും, അതേപോലെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എവിടേക്കാണ് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നത്, എന്തൊക്കെ ഡയമെൻഷൻസ് വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഒന്നും ഇതിലങ്ങനെ അധികം കാണാപ്പാഠം പഠിക്കാനില്ല, ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന സംഭവമായിരിക്കും. ഒരു ബേസിക് സംഭവം വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്താ, സ്ലൈഡുകൾ വായിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ. വി ആർ ഹാപ്പി ടു ഹെൽപ്പ്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടെ ഡിസോർഡേഴ്സ് ആയിരിക്കും, അതെനിക്ക് അങ്ങനത്തെ ഡയമെൻഷൻ ആയിരിക്കും. എനിക്ക് തോന്നുന്നു അതിന്റെ ഇടയിൽ നമുക്ക് ഒരു ICD-DSM എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനും കൂടെ ആഡ് ചെയ്യാനുണ്ടായിരിക്കും. അതും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഡിസോർഡേഴ്സ് ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ അത്രയാണ് വരുന്നത്. അപ്പൊ എന്തായാലും താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.